ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ എന്തായാലും പ്രമോഷനും കാര്യം ഒക്കെ കൊടുത്തതല്ലേ, അപ്പോൾ ഇങ്ങനെ മുടി കുറവുള്ള ഇത് കാണിക്കാണ്ട് എന്തായാലും അത് ചെയ്യുന്നതല്ലേ, അപ്പോൾ നല്ല രീതിയിൽ നല്ല മുടിയുള്ള ഒരാളെ വെച്ചിട്ട് പ്രമോഷനും ചെയ്യാൻ പാടില്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അത് നല്ലൊരു സജഷനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ സ്ത്രീകൾക്ക് എല്ലാവർക്കും മുടി എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും മുടി ലെങ്ത്തോടു കൂടി ഇരിക്കുന്നതും ഉള്ളതും നല്ല വൃത്തിയായിട്ട് തിക്നെസ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാനത് എന്തുകൊണ്ട് അങ്ങനെ വെച്ചാൽ, ഒന്നാമത്തെ ആരും ലൈവായിട്ട് അങ്ങനെ പ്രസൻ്റായിട്ട് വരാനായിട്ട് സാധാരണക്കാരൊന്നും നമുക്ക് എല്ലാവർക്കും ഒരു ചമ്മലാണ്. ഇപ്പം ഈ പറയണ എനിക്ക് തന്നെ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റിവ്യൂ തരേണ്ട എല്ലാവരും തയ്യാറാണ് കേട്ടോ. റിവ്യൂ തരാൻ നമുക്ക് എല്ലാവരും തയ്യാറാണ്. ഇപ്പം മുടി കൊഴിച്ചിൽ മാറി ചേച്ചി, താരൻ നല്ല വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ തുമ്മൽ വരുന്നില്ല, ജലദോഷത്തിന് നല്ലൊരു ആശ്വാസമുണ്ട്, മുടി നല്ലോണം കറക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഒരു കസ്റ്റമർ പറഞ്ഞത് എൻ്റെ കൈ എപ്പോഴും തലയിലായിരിക്കുള്ളൂ, ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് പിന്നെ പെയിൻ നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ റിവ്യൂ തരാൻ തയ്യാറാണ്. പക്ഷേ പ്രസൻ്റായിട്ട് വരാനായിട്ട് പലർക്കും ഒരു ചമ്മലുണ്ട്. പിന്നെ ഇങ്ങനെ കൈയും കാലും ഒക്കെ കാണിച്ച ഇപ്പം ഞാനത് അങ്ങനെ വീഡിയോ എടുക്കാറുമുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സാധാരണക്കാരിലോട്ട് നമ്മുടെ ഓയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഇത് തന്നെ പൂ വെക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ പൂവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പത്തെ ഒരവസ്ഥയിൽ ഞാൻ പൂ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 2 അടി നടക്കുമ്പോഴത്തേക്കും ഈ സ്ലൈഡും പൂവും എല്ലാം കൂടി താഴ്ത്ത് കിടപ്പുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പൂവിൻ്റെ ഒരു വെയിറ്റ്, ഒരു മുഴം പൂവായിരിക്കും ചിലപ്പോൾ വെക്കുന്നത്, അതിൻ്റെ ഒരു വെയിറ്റ് താങ്ങാൻ പോലും എൻ്റെ ഹെയറിനില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം നല്ലോണം പൂ വെച്ച് തന്നെ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഹെയർ തന്നെ കാണിച്ചത്. പിന്നെ അത് വലിയ ബോറൊന്നും അല്ലായിരുന്നു. അതാ എന്നോട് വിളിച്ച് പറഞ്ഞ അവളും പറഞ്ഞിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരാം, നിൻ്റെ ഷോപ്പിൽ വരാം, വന്ന് ഓയിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2 മാസം നല്ല സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ലതല്ലേ ഈ നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, പിന്നെ ഉലുവ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതല്ലേ. 10-16 ഐറ്റംസ്. അത് എത്ര ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നറിയാമോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചിയെണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഓക്കെ.